നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നിന്ന് ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് പറന്നുയർന്ന വിമാനം പാകിസ്ഥാനിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ്. ദോഹയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം 6E1736 ആണ് വഴിതിരിച്ചുവിട്ടത്. യാത്രക്കാരന്റെ ആരോഗ്യസ്ഥിതി അപകടനിലയിലായിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ നഗരമായ കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നത്. നൈജീരിയൻ പൗരനായ യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിമാനം കറാച്ചിയിൽ ഇറക്കിയത്. എന്നാൽ യാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കാനായില്ല. നൈജീരിയൻ പൗരൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വിമാനത്താവളത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് വിമാനത്തിൽ വെച്ച് തന്നെ അബ്ദുള്ള മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. വിമാനം എമർജൻസി ലാൻഡ് ചെയ്തെങ്കിലും യാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കാനായില്ലെന്ന് എയർപോർട്ട് മെഡിക്കൽ ടീം അറിയിക്കുകയായിരുന്നു. പാകിസ്ഥാൻ വ്യോമ മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങിയ ശേഷമാണ് വിമാനം കറാച്ചിയിൽ ഇറക്കിയത്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയെന്ന വാർത്തയാണ് ആദ്യം പുറത്തുവന്നത്. വിമാനം ഡൽഹിയിൽ നിന്ന് പറന്നുയർന്ന ഉടനെയാണ് യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. 60-കാരനായ നൈജീരിയൻ സ്വദേശി അബ്ദുള്ളയാണ് മരിച്ചത്. വിമാനം കറാച്ചിയിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ യാത്രക്കാരൻ മരണപ്പെട്ടിരുന്നു. രാവിലെ 8:41 ദോഹ ഇൻഡിഗോ വിമാനം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. 11 മണിക്ക് ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു വിമാനം. ശേഷമാണ് ദോഹയിലേക്ക് പുറപ്പെടുക. എന്നാൽ പുതിയ സാഹചര്യത്തിൽ യാത്രാ ഷെഡ്യൂളുകളിൽ മാറ്റം വരും. നിലവിൽ വിമാനം കറാച്ചിയിൽ അടിയന്തരമായി ഇറക്കിയ ശേഷം ഡൽഹിയിലേക്ക് തിരിച്ചു. സംഭവത്തിൽ തങ്ങൾക്ക് അഗാധമായ ദുഃഖമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഒപ്പമുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് വിമാനത്തിലെ മറ്റ് യാത്രക്കാരെ മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണെന്ന് ഇൻഡിഗോ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ മാസം കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രക്കിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മലയാളി വിമാനത്തിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. മൂവാറ്റുപുഴ സ്വദേശി ദിലീപ് ഫ്രാൻസിസ് ജോർജ് ആണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ AI-149 വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു ജോർജ്. യാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സഹായത്തോടെ ചികിത്സ നൽകിയെങ്കിലും രക്ഷപ്പെടുത്താനായിരുന്നില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.